നമസ്കാരം. ബാത്റൂമിന്റെ ഭിത്തിയിലുള്ള ടവൽ റാഡിൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന തോർത്തിന്റെ ഒരറ്റം കെട്ടിയിട്ട് മറ്റേ അറ്റം കഴുത്തിലും ബന്ധിച്ച് ഭിത്തിയോട് ചാരി സലോമി നിൽക്കുകയാണ്. കാലിന്റെ മുട്ട് രണ്ടും മടങ്ങിപ്പോയതിനാൽ കഴുത്തിലെ കുരുക്ക് മുറുകിപ്പോയി. കണ്ട നിമിഷം ആർത്തനായി മേരി ചേച്ചിയെ വിളിക്കുകയും ഒപ്പം കക്ഷത്തിലൂടെ കൈകളിട്ട് സലോമിയെ ഞാൻ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. എന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ മേരി ചേച്ചി ഒരു കത്തി എടുത്തുകൊണ്ടുവന്ന് തോർത്ത് മുറിച്ചു. കഴുത്തിലെ കുരുക്കും അഴിച്ചെടുത്തു. സലോമിക്ക് അപ്പോൾ ബോധമുണ്ടായിരുന്നില്ല. വണ്ടിയിൽ കയറ്റിയപ്പോൾ എന്റെ മടിയിൽ തലവെച്ചിരുന്ന അവളുടെ നെഞ്ചിൽ ഒരു കൈയാൽ ഞാൻ അമർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ തന്നെ ചെയ്തുകൊള്ളാനും ഇപ്പോൾ ശ്വാസം എടുക്കുന്നുണ്ടെന്നും മുൻസീറ്റിലിരുന്ന പോലീസുകാരൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു. പക്ഷെ സലോമിയെ പരിശോധിച്ച കാഷ്വാലിറ്റിയിലെ ഡോക്ടർ തിടുക്കത്തിലൊന്നും ചെയ്യുന്നതായി കാണാഞ്ഞത് കണ്ട് ഞാൻ അലറി പറഞ്ഞു, കൃത്രിമ ശ്വാസം കൊടുക്കാനുള്ള ഏർപ്പാട് വേഗത്തിൽ ചെയ്യ്. അത് കേട്ട് ഡോക്ടർ നിർവികാരമായി പറഞ്ഞു, മരിച്ച ആൾക്ക് അങ്ങനെ ശ്വാസം കൊടുത്തിട്ട് കാര്യമില്ല. എനിക്ക് ഭാരമില്ലാതാകുന്നത് പോലെ തോന്നി. ആരോ പിടിച്ച് എന്നെ ഒരു കസേരയിൽ ഇരുത്തി. അത്യധികമായ ദീനതയോടെ ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യ മരിച്ചുപോയി. അതെ, ഇപ്പോൾ. പിന്നീട് ആരും എന്റെ അടുത്തേക്ക് വന്നില്ല. അപ്പാടെ തോൽപ്പിക്കപ്പെട്ടവനായി ഞാൻ അവിടെ ഇരുന്നു. പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ ആത്മകഥയായ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തിലെ പൊള്ളുന്ന ഒരു അധ്യായമാണിത്. ഈ അധ്യായം മാത്രം മതി ഭീകരവാദത്തിന്റെ തീവ്രതയും ആ മനുഷ്യന്റെ ദൈന്യതയും ഒരുപോലെ മനസ്സിലാക്കാൻ. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ എല്ലാ കാലത്തും ചോരയിട്ട് വീഴുന്ന ഒരേടാണ് തൊടുപുഴയിലെ ജോസഫ് മാഷ്. ഇന്റേണൽ സെമസ്റ്റർ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ മലയാളം ചോദ്യപേപ്പറിലെ ഒരൊറ്റ ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന പ്രൊഫസർ ജോസഫ് പ്രവാചകൻ മുഹമ്മദ് നബിയെ നിന്ദിക്കും വിധം ചോദ്യക്കടലാസ് തയ്യാറാക്കിയെന്ന ആരോപണം പൊടുന്നനെ ഉയരുകയായിരുന്നു. തൊട്ടു പിന്നാലെ മൂവാറ്റുപുഴയിൽ വെച്ച് 2010 ജൂലൈ 4 അദ്ദേഹത്തിന് നേരെ വാനിലെത്തിയ മത തീവ്രവാദി സംഘം ആക്രമണം നടത്തി. വലത് കൈ അവർ വെട്ടിമാറ്റി. ആ കേസിന്റെ അവസാന ചുരുളും ഇന്ന് അഴിഞ്ഞിരിക്കുന്നു. കേസിലെ ഒന്നാം പ്രതിയും പിടികിട്ടാ പുള്ളിയും അജമന്നൂർ നൂലേലി മുടശ്ശേരി സവാദിനെ കണ്ണൂരിൽ വെച്ച് ദേശീയ അന്വേഷണ ഏജൻസിയാണ് പിടികൂടിയിരിക്കുന്നത്. 13 വർഷം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നടത്തിയ അന്വേഷണത്തിനും സവാദിനെ കണ്ടെത്താനായിരുന്നില്ല. സവാദിനെ കണ്ടെത്താനുള്ള സാധ്യത വിരളമാണെന്ന് കരുതിയിരിക്കെയാണ് കണ്ണൂരിൽ നിന്ന് ഇയാൾ പിടിയിലായത്. ഇന്ത്യൻ ചാര സംഘടനയായ റോയുടെ ഏജന്റുമാരുള്ള പാകിസ്ഥാൻ, ദുബായ് എന്നിവിടങ്ങളിൽ സവാദിനെ കണ്ടെത്താനായി അരിച്ചുപെറുക്കിയിരുന്നു. അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മലേഷ്യ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും NIA അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. സവാദ് സിറിയയിലേക്ക് കടന്നതായി പ്രചാരമുണ്ടായിരുന്നുവെങ്കിൽ പോലും അതിനും തെളിവ് ലഭിച്ചിരുന്നില്ല. കുറ്റകൃത്യം നടന്ന 2010 ജൂലൈ 4 സവാദിനെ അവസാനമായി കണ്ടത് കേസിൽ കഴിഞ്ഞ വർഷം ശിക്ഷിക്കപ്പെട്ട കൂട്ടുപ്രതി സജിലായിരുന്നു. അധ്യാപകന്റെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴുവുമായാണ് സവാദ് അന്ന് കടന്നു കളഞ്ഞത്. ക്രൈംബ്രാഞ്ചിനും NIAയ്ക്കും ഈ മഴു ഇതുവരെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ലായിരുന്നു. ആക്രമണത്തിനിടയിൽ സവാദിന് ചെറിയ തോതിൽ പരിക്കേറ്റിരുന്നു. പരിക്കുമായി സവാദ് ആലുവ വരെ എത്തിയതിന് തെളിവുണ്ട് എങ്കിലും അവിടെ നിന്നും എങ്ങോട്ടാണ് നീങ്ങിയതെന്ന് സംഘത്തിലെ മറ്റുള്ളവർക്കും അറിയില്ലായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആരാവുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണ് മട്ടന്നൂർ പോലെ ഒരു സ്ഥലത്ത് ആശാരിപ്പണി ചെയ്ത് സുഖമായി അയാൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത്? അതും അന്വേഷണം രാജ്യത്തിന് പുറത്തു പോലും സജീവമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. എല്ലാത്തിനും ഉത്തരം NIA തന്നെ വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. PFI എന്ന സംഘടനയെ നിരോധിച്ചെങ്കിലും അതിന്റെ ആശയവും അമരത്തുള്ള ആളുകളും ഒക്കെ സമൂഹത്തിൽ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അവരുടെ മർമ്മത്താണ് ഇന്ന് NIA അടിച്ചത്. ഇന്ത്യയുടെ ചാര സംഘടന പോലും ഇടപെട്ട കേസിലാണ് NIA അവസാന നിമിഷം അപ്രതീക്ഷിത ഗോൾ അടിച്ചതെന്ന് ഓർക്കണം. അവരുടെ നെറ്റ്വർക്ക് എന്താണ് എന്നതിന്റെ ചെറിയൊരു സൂചന ഈ അറസ്റ്റിലുണ്ട്. ഇസ്ലാമിസ്റ്റുകളുടെ മൂട് താങ്ങുന്ന അധികാരികൾക്കും മാധ്യമങ്ങൾക്കും ഇപ്പോഴും പോയ ബോധം തിരികെ വന്നിട്ടില്ല. എന്നാലും ഇതെങ്ങനെ എന്ന ഭാവമാണ് മിക്കവരുടെയും മുഖത്ത്. എല്ലുമുറിയെ പണിയെടുക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ പല്ലുകൊഴിയാതെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു നിരോധനത്തോടെ എല്ലാം അവസാനിച്ചെന്ന് കരുതിയവർക്കാണ് പിഴച്ചത്. മോദിയെയും അമിത്ഷായെയും ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെയും അങ്ങനെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാമോ? പടച്ചവന്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ മതം ഒരു മനുഷ്യന്റെ ജീവിതം വെട്ടിമാറ്റിയില്ലേ? ആ പടച്ചവൻ പൊറുക്കുമോ? മാനവരിൽ മഹോന്നതൻ മതവെറിയന്മാർക്കൊപ്പമല്ല, ജീവിതം തുന്നിച്ചേർത്ത ആ മനുഷ്യനൊപ്പമേ നിൽക്കൂ.